സമയം 4 മണി. കുവൈറ്റിൽ 4 മണി ആയിട്ടില്ലാണ്ടോ കാണാം. 3:51 അത്. ഇപ്പോൾ സെൽഫി വീഡിയോ ആയതുകൊണ്ടാണ് ഉൾട്ടയായിട്ട് കാണുന്നത്. ഈ നേരത്ത് വെളുപ്പിന് 3:51, 4 മണി പോലും ആയിട്ടില്ല. കുവൈറ്റ് സിറ്റിയിലൂടെ യാത്ര ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പം ഞാൻ വെറുതെ യാത്ര ചെയ്യുന്നതല്ല. 4 മണിക്ക് എനിക്ക് 4 മണിക്കല്ല 5 മണിക്ക് എനിക്ക് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇപ്പം പോയാലാണ് 10 മണിയാകും, സോറി 4 മണിക്കുള്ള ഫസ്റ്റ് വണ്ടി എനിക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായി? അപ്പം അതുകൊണ്ട് 3 മണിക്ക് എണീറ്റ് യാത്ര പുറപ്പെടുകയാണ്. അപ്പം ബസ് 4 മണിക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ ആ നടക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങനെ രാവിലെ 4 മണിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. കാറ്ററിങ് ഓർഡറൊക്കെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ടോ ഈ നേരത്ത് ബസ്സുകളൊന്നും ഇല്ലാണ്ടോ, വണ്ടികളില്ല. ഇടയ്ക്ക് ഓരോ കാറുകൾ പോകുന്നുണ്ട്, അല്ലാണ്ട് ഒരൊറ്റ വണ്ടിയിലാണ്ടോ കുവൈറ്റ് സിറ്റിയിൽ. വേണ്ടോ, ഞാൻ അന്ന് സെക്കൻഡ് ടൈമാണെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഇത് സുബൈക്ക് ഏരിയയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയി വണ്ടി ഇറങ്ങി പിന്നെയും നടക്കണം. കാരണം ഇപ്പോൾ ഡയറക്റ്റ് ബസ് എനിക്ക് കിട്ടില്ല ഇപ്പോൾ ഈ നേരത്ത്. അപ്പോൾ വേറൊരു ബസ്സിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട് കുറേ നടക്കാനുണ്ട്. അപ്പോൾ നടക്കുന്ന സമയത്ത് കുറേ നായ്ക്കളായിരുന്നു കേട്ടോ എന്നെ പ്രതീക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇന്നിപ്പോൾ പോയാൽ കാണുമോ എന്നുള്ള അറിയില്ല. പക്ഷെ അന്ന് കുറേ നായ്ക്കളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അപ്പോൾ ഇന്നും കാണാതിരിക്കില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സുബൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അപ്പം അവിടെ നിന്നൊരു മനുഷ്യന്മാരുണ്ടാവില്ല ഈ നേരത്ത്. എങ്ങനെ പോയാലൊരു 7 മണിയൊക്കെ ആവണം ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ. കടകളൊക്കെ തുറന്നു വരുമ്പോൾ തന്നെ. ഇപ്പോൾ ഇവിടെ ഫെബ്രുവരി നാഷണൽ ഡേ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ രാവിലെ തന്നെ നല്ല ഓർഡറുണ്ട്. അതാണിപ്പോൾ രാവിലെ ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത്, ഷെഡ്യൂൾ ഇട്ടിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മൾ കുവൈറ്റ് സിറ്റി കണ്ടോ. ഈ നേരം വെളുപ്പിനുള്ള കാഴ്ചയാണ്. സൈലൻ്റായിട്ട് നിദ്രയിലായിരിക്കുന്ന കുവൈറ്റ് സിറ്റിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇവിടുന്ന് കുവൈറ്റ് ടവർ, കുവൈറ്റിൻ്റെ ലാൻഡ്മാർക്കായ കുവൈറ്റ് ടവറിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ അക്കോമഡേഷനൊക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് എന്നും പോയി വരുന്നതാണ് ഡ്യൂട്ടിക്ക്. അപ്പോൾ ഇന്നിച്ചിരി നേരത്തെ ആയിരുന്നു, അല്ലെങ്കിൽ 8 മണിക്ക് 9 മണിക്കൊക്കെ ആയിരിക്കും ഡ്യൂട്ടി വരിക. ഇന്നിപ്പോൾ അത്ര തണുപ്പൊന്നും അനുഭവപ്പെടുന്നില്ല. രാവിലെ ഞാൻ വിചാരിച്ചു നല്ല തണുപ്പായിരിക്കുന്നു പുറത്തിറങ്ങുമ്പോൾ. പക്ഷേ അത്രയും തണുപ്പില്ല, എന്നാലും അത്യാവശ്യം ചെറിയ തണുപ്പേ ഉള്ളൂ കേട്ടോ. മഞ്ഞൊന്നും കാണാനില്ല, നല്ല ക്ലിയറായിട്ടാണ് കിടക്കുന്നുണ്ടോ. അങ്ങനെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇന്ന് നല്ല ക്ലിയറായിരിക്കും തോന്നുന്നു. ഇത് അവിടെ ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും. ആട്ടോ കുവൈറ്റ് ടവർ കാണുന്നുണ്ടോ? ചെറുതായിട്ട് കാണാതിരിക്കില്ലേ? എടുത്ത് ചേട്ടാ കുവൈറ്റ് ടവർ ഇവിടെ നിന്ന് ഇതാണ്ട് ചെറിയൊരു നിഴൽ പോലെ കാണാം. പക്ഷേ ഇവിടെ നിന്ന് രാത്രി ആയതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയെ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നില്ലേ. ആണ്ടാ കുവൈറ്റ് പാലസ്, അത് കഴിഞ്ഞിട്ട് ഇതാ കുവൈറ്റ് ടവർ ഇതാണ്ട് ചെറുതായി കാണാം. ഇനി വേറൊരാളും കൂടെ ഡ്യൂട്ടിക്ക് എൻ്റെ ഒപ്പം വരാനുണ്ട്. ഇന്നിപ്പം രാവിലെ എണീറ്റോ എന്നുള്ളത് അറിയില്ല, ഒന്ന് വിളിച്ച് നോക്കട്ടെ. ഞങ്ങൾ 2 ഷെഫുമാരാണ് ഇന്ന് ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നത്. വരുമെന്ന് അപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി കിടന്നിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. കോൾ ചെയ്തിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഉറക്കത്തിലായിരിക്കേ, നല്ല ഉറക്കത്തിലായിരിക്കും. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പോയപ്പോൾ തന്നെ ഇന്നലെ രാത്രി 8 മണി 9 മണി അങ്ങോട്ടായി. 8:30 9 മണിയായി. റൂമെത്തിയപ്പോൾ തന്നെ 10 മണിയായി. കുറച്ച് കഴിഞ്ഞ് വിളിച്ചു നോക്കാം അല്ലേ. അവർക്ക് വണ്ടിയൊക്കെ ഉള്ളത്, പക്ഷേ പിന്നെ വണ്ടിയൊക്കെ ഉള്ളത്, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എത്തിക്കോളൂ. നമുക്ക് പിന്നെ വണ്ടി ബസ്സിനെ ആശ്രയിക്കുന്ന കാരണം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ചിലപ്പോൾ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഹാഫ് ആൻ അവർ കൊണ്ടെത്തും.
ട്രാഫിക്കൊക്കെ ആണെങ്കിൽ പകലൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുക്കും ഇവിടുന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ബസ്സൊന്നും കാണുന്നില്ല. 4 മണിക്കാണ്. 4 മിനിറ്റും കൂടി ഉണ്ടല്ലേ. നോക്കാം. എന്താ ഒരു പോലീസ് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഉണ്ടോ. ഷെഫ് വിളിക്കുന്നുണ്ട്. എണീറ്റോ ആള്. വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് ഷെഫ്. गुड मॉर्निंग। उठाया अभी? कॉफ़ी पी रहा। ठीक है। मैं बस के लिए इधर वेट करके पड़ा है बस स्टॉप में। बस आया नहीं। ओके शेफ, ओके ഓക്കെ. ബസ് വരാൻ കാണുന്നില്ല. ഓൺലൈനിൽ നോക്കട്ടെ ഇന്ന് ബസ്. കാണുന്നില്ലല്ലോ. കിട്ടുന്നില്ല. വന്നിട്ടില്ല ഇന്നത്തെ. ഇല്ല, സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 4 മണിക്കൊരു ബസ് ഉള്ളതാണ്. 89A വരാൻ കാണുന്നില്ല. 4 മണി ആയല്ലോ. 4 മണി കഴിഞ്ഞു. അവിടെ ഒരു ബസ് പോയി നിൽക്കുന്നു. അതേത് ബസ്സാണോ? ബസ് പോയോ? അവിടെ ഒരു ബസ് നിൽക്കുന്നുണ്ട്. ആ ബസ് കിട്ടുമെന്ന് അറിയില്ല. നോക്കാം. അവിടെ ഒരു ബസ് നിൽക്കുന്നുണ്ട്. റൺ ചെയ്താലേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കിട്ടിയാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഗോവിന്ദ പിന്നെ ലേറ്റ് ആവും. നോക്കട്ടെ. അവിടെ ബസ് ആളെടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇതെന്ത് ഇവിടെ നിന്നാണോ ബസ്? ഇത് അവിടെ നിന്ന് വന്നോ? ഇതിലേക്ക് ഇറങ്ങിക്കുത്തി വന്നാന്ന് തോന്നുന്നില്ലേ? സാറിന് ഇതിലെ ഈ റൂട്ടേ വരുന്നത് ഇങ്ങനെ വന്നെന്ന് തോന്നുന്നു. കണ്ടില്ല. നേരത്തെ ഓടണ കണ്ടു കഴിഞ്ഞാൽ പോലീസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താവുമെന്നറിയില്ല. നമുക്കുള്ള ബസ് തന്നെയാണ്. കിട്ടും. ഓടിപ്പഞ്ഞ് വരണത് ഡ്രൈവർക്ക് കണ്ണാടി കൂടെ കാണാം. പെട്ടുപോയി. അടുത്ത ബസ് എപ്പോഴാണ്? ആ ബസ്സും പോയി. ശരിക്കും ഡയറക്റ്റ് ബസ് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഈ റൂട്ട് ഇങ്ങനെ വരേണ്ടതാണ് ഇങ്ങനെ. പക്ഷെ ഇതിലേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ കാണാണ്ടായത്. ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. വെറുതെ ഓടി രാവിലെ തന്നെ. ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ചെറിയൊരു കടയൊക്കെ 24 hours ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ട്. വക്കാലം ഇതൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ബസ്സിന് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിയും തോന്നുന്നുണ്ടല്ലേ. ഫസ്റ്റ് ട്രിപ്പ് ബസ് പോയി, മിസ്സായി. വേറെ വഴിയില്ല. ഏതായാലും ബസ് വരാൻ ആരെങ്കിലും താമസിക്കും. നാട്ടിലേക്കൊന്ന് വിളിച്ചു പോകാം അല്ലേ. എടുക്കുമെന്നുള്ളത് അറിയില്ല. ഇന്ന് ഞായറാഴ്ച ആണല്ലോ. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എണീക്കുമായിരിക്കും. രക്ഷയില്ല. ബസ് കാണുന്നില്ല. അവിടുന്നൊരു ബസ് ഇങ്ങോട്ട് പോകുന്നു. ഹലോ, എണീറ്റോടി. പിന്നെ എന്നാണ്ട് വിശേഷം? രാവിലെ ഇന്ന് ഡ്യൂട്ടി രാവിലെ മോളെ നേരത്തെ പോകണം. 4 മണി കഴിഞ്ഞു. ഒരു ബസ് കിട്ടിയില്ല. ബസ് സ്റ്റോപ്പിലാണ്. അടുത്ത ബസ് അപ്പോൾ വരുമെന്ന് അറിയില്ല. മിസ്സായി. അടുത്ത ബസ് വരുമോ നോക്കി നിൽക്കുകയാണ്. 4:30 ആകുമ്പോൾ എത്താമായിരുന്നു. ഇപ്പോൾ 4:30 ആകുമ്പോൾ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ഓർഡർ കൊടുക്കണം. പക്ഷെ നടക്കുമെന്ന് അറിയില്ല. ഇന്നലെ കുറേ റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത്. ഇന്നിപ്പോൾ ആവുമോ എന്നുള്ളത് അറിയില്ല. നോക്കണം. പിന്നെ പിള്ളേരെ എണീറ്റില്ലടി? 7:30 എന്താ? ശരി. എന്നാ പള്ളി കഴിഞ്ഞിട്ടാ?
ശരി 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 ശരി, അത് നോക്കിയിട്ടെന്താ ചെയ്യും. ശരി, നേരത്തെ ഇറങ്ങണം, നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ ഡിന്നർ ഓർഡറൊക്കെ ലഞ്ച് ഓർഡർ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആവും. ലഞ്ചിൻ്റെ ഓർഡർ വന്നിട്ടില്ല, ഡിന്നറിൻ്റെ ഓർഡറാണ് ഉള്ളത്. ഡിന്നർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുറവാണ്. അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഇറങ്ങും ഞാൻ. നോക്കട്ടെ, ഞാൻ വിളിക്കാം. ഇന്നലെ താമസിച്ച് 8 മണി 8:30 കഴിഞ്ഞു. റൂമെത്തിയപ്പോൾ തന്നെ 9:30 10 മണിയായി. ട്രാഫിക്കായിരുന്നു. ഇപ്പോൾ കലാപ പരിപാടി, നാഷണൽ ഡേ അല്ലൊക്കെ വണ്ടി നല്ല ട്രാഫിക് ബ്ലോക്കാണ്. ബസ്സൊന്നും വരാനും കാണുന്നില്ലല്ലോ പണ്ടാരടങ്ങ്. ഒരു പോലീസ് വണ്ടിയാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ഒരു ബസ് ഞാൻ വരുന്ന ആ സ്റ്റോപ്പിൽ കൂടെ വന്നില്ലടി, വേറെ റൂട്ടിൽ കൂടിയാണ് ഇങ്ങനെ വന്നത്. വന്നിപ്പറ ഇവിടെ ഓടിയെത്തുമ്പോഴത്തേക്കും ആ ബസ് പോയി പണ്ടാരടങ്ങ്. അത് ആ ഫസ്റ്റ് വണ്ടിയായിരുന്നത്. ഡ്രൈവർമാർ അങ്ങനെയാണ്, ഈ ഉൾട്ടാമുൾട്ടൊക്കെ ചിലപ്പോൾ വരും. നേരെ വരികയില്ല, എന്നും വരുന്ന വഴിക്ക് വരുമില്ല. ശരി, നോക്കട്ടെ, വരുമായിരിക്കും. ശരി, ഞാൻ ബ്ലാക്ക് ടീ കുടിച്ചു. ശരിയുടെ എന്നാ പള്ളിയിൽ പോയിട്ട് വിളിക്കാം. വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് വിളിക്കാം. വിളിക്കാം. ശരി ശരി ശരി. ഇലക്ട്രോണിക് സൈക്കിളിൽ കുവൈത്തി സ്വദേശികളായ കുവൈത്തി പിള്ളേർ കറങ്ങി നടക്കുന്ന ഇതാണ്ടോ രാത്രിയിലൊക്കെ. അവർക്ക് ഉറക്കമൊന്നുമില്ല. രാത്രിയിലൊക്കെ ഇങ്ങനെ കാണാം, ഇങ്ങനെ നടക്കുന്നുണ്ടോ. അവിടെ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്, നോക്കാം. അവർ നേരത്തെ എണീറ്റിട്ട് ഇലക്ട്രോണിക് സൈക്കിളില്ലേ, ആ സൈക്കിളിലാണ് അവരിങ്ങനെ കറങ്ങുന്നത്. കുറേ പേരുണ്ട് ഇങ്ങനെ പോകുമ്പോൾ കാണാം കേട്ടോ. രാവിലെ വെളുപ്പിന് രാത്രിയൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ കുറവായതുകൊണ്ട് റോട്ടിൽ കിടന്ന് ഇങ്ങനെ അഭ്യാസം കളിക്കുന്ന കാണാം. ബസ് ഇപ്പോൾ വരുന്നുള്ളത് അറിയില്ല. എന്താ ഒരു ബസ് പോലും വരാൻ കാണുന്നില്ലല്ലോ. സിറ്റിയിലേക്ക് കിട്ടാം. സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ വേറെ ബസ് കിട്ടുമെന്ന് വയ്ക്കാം. സിറ്റിയിൽ കിട്ടില്ല. ട്രാവൽ ചെയ്ത് ഡ്യൂട്ടിക്കൊക്കെ പോകണതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ്. ബസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂർ, ചിലപ്പോൾ ഒരു ബസ് ഇല്ലെങ്കിൽ പിന്നെ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഏറ്റവും വലിയ പാടിവിടെ. നമ്മൾ ഡ്യൂട്ടിയുടെ ഏറ്റവും ടൈം വേസ്റ്റ് ആവുന്നത് ഇവിടെയാണ്. നമുക്ക് തിരിച്ചു വരുമ്പോഴും 1 മണിക്കൂറോളം ടൈം എടുക്കും, പോകുമ്പോഴും 1 മണിക്കൂറോളമൊക്കെ ടൈം എടുത്തുനിന്ന് വരും. അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടിയും കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം പോയി കിട്ടും. അതുകൊണ്ട് അവിടെ പിള്ളേരൊക്കെ ഉണ്ട്, ചെറിയ പിള്ളേരൊക്കെയാണ് സൈക്കിൾ ഓടിച്ച് നടക്കുന്നുണ്ടോ. 4 മണിക്കുള്ള ആ വണ്ടി പ്രദേശമാണ് വന്നത്, പക്ഷെ അതെന്നെ പറ്റിച്ചിട്ട് പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, രക്ഷയില്ലല്ലോ. ഒറ്റ വണ്ടി വരാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ എപ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് പോകണം. 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ഓർഡർ കൊടുത്തില്ലെങ്കിൽ പണിയും കിട്ടും. രക്ഷയില്ല. ഫെബ്രുവരിയുടെ നമ്മുടെ കുവൈറ്റ് നാഷണൽ ഡേയിലൊക്കെ പോയ വർഷം ഒരുപാട് വീഡിയോകൾ എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റി. ഈ വർഷം പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം നല്ല തിരക്കാണ്. പുതിയ കമ്പനിയിലായതുകൊണ്ട്, കാറ്ററിംഗ് ഓർഡർ ആയതുകൊണ്ട്, നല്ല ഓർഡറൊക്കെ ഉള്ള സമയം, സീസണൊക്കെ ആയതുകൊണ്ട് നല്ല ഓർഡറാണ്. അപ്പം വിചാരിക്കുന്നുണ്ട് ഈ വർഷത്തെ ഫയർ വർക്ക്സ് കാര്യങ്ങളെല്ലാം വീഡിയോ എടുക്കണമെന്നുണ്ട്. നോക്കട്ടെ, ദൈവം അനുവദിച്ചാൽ എടുക്കാം. രാത്രിയില്ല, പക്ഷെ അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള സമയം ഒരുപാട് വേസ്റ്റ് ആവുന്നുണ്ട്. അതാണ് എങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തത്.
അപ്പോൾ ഒരുപാട് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല സംഭവം. രാത്രി ആകുമ്പോഴത്തേക്കും ടയർഡാവും. പിന്നെ വന്ന് കിടന്നിട്ട് വല്ലതും കഴിച്ച് കിടന്നുറങ്ങി രാവിലെ ഇതുവരെ എണീറ്റ് അങ്ങോട്ട് പോകും. ഇതിപ്പോൾ നേരത്തെയാണ് എണീറ്റത്. അല്ലെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കും. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബസ് കയറാൻ വരും. ഞാനേ പോവും. അതാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഒന്ന് കുവൈറ്റിൽ വന്നിട്ട് കുവൈറ്റിലെ വീഡിയോ ഒന്നും കാണാനില്ലല്ലോ. സംഭവം ഇതാണ്, ചെറിയ തിരക്കാണ്. ഇപ്പം സീസൺ ടൈമല്ലേ, ഇവിടെ തണുപ്പ് സമയമാകുമ്പോൾ നല്ല സീസണായിരിക്കും. അപ്പം നമ്മളെ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ, ഹോട്ടൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ തിരക്കുള്ള ഒരു സമയം കൂടിയാണിപ്പം. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഒരുപാട് സ്ഥലങ്ങളെല്ലാം പോകാൻ പറ്റുന്നൊരു അവസരമാണ്. പക്ഷെ നമുക്കൊന്നും ആ ഒരു ഭാഗ്യം കിട്ടാറില്ല. എങ്ങനെയാണെന്ന് ഇനി ഭാഗ്യം കിട്ടിയ ആ സമയമൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ചൂടുകാലമാവും. പിന്നെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ തണുപ്പ് സമയത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നടക്കാറില്ല. എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആർക്കും നടക്കാറില്ല. അതാണ് സത്യം. ബസ് വരുന്നില്ലല്ലോ. എത്ര നേരമായി നമുക്ക് ബസ്സിന് വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് കണ്ട ഇവരുടെ സമയമാണ്. രാത്രിയിലാണ്. അങ്ങടെ ആൾക്കാർ രാത്രിയിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതുപോലെ പിള്ളേർ സെറ്റ് ഇങ്ങനെ വണ്ടിയിലിങ്ങനെ നടക്കുന്നത് കാണാണ്ട. കുവൈത്തി പിള്ളേരാണ്. കുവൈത്തികളും ഉണ്ടെന്നുണ്ടോ, വലിയ ആൾക്കാർ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. മൂന്നാണ് കുവൈത്തി. അവർക്ക് എൻജോയ്മെൻ്റാണ്. രാവിലെ രാത്രി, പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അവർക്ക് എൻജോയ്മെൻ്റാണ്. അടുത്ത ടീം പോകണ 4:20 മിനിറ്റോളമായി ഞാനിവിടെ വന്നത്. ഇങ്ങനെ ഒരു ബസ് വരുന്നുണ്ട്. ഇതാ ഒരു ബസ് വരുന്നുണ്ട്. അപ്പോൾ ബസ് പാസ്സാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. സിറ്റി ബസ്സിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ. മാസം 15 ദിനാറാണ് കേട്ടോ. ഇതിലാണ് പോകുന്നത്. ഇതാ ബസ് വന്നുകൊണ്ടാ. ഇനി ബസ് കയറണം. ബസ് നിർത്താണ്ട് പോയ പണിയാണ്. നിർത്തും. അങ്ങനെ ബസ്സെത്തി. രക്ഷപ്പെട്ടു. 1/2 മണിക്കൂർ കൊണ്ട് പോകുമെന്നറിയില്ല. നോക്കാം. ടിക്കറ്റ് എടുത്തു. രാവിലെ ആയതുകൊണ്ട് ബസ്സിൽ ലൈറ്റൊന്നും ഇടാണ്ട പോകണം. കണ്ട ആകെ 2 യാത്രക്കാരുള്ളൂ കേട്ടോ. നേരെ പോയിട്ട് ഇറങ്ങേണ്ടി നടക്കേണ്ടി വരും. അങ്ങനെയല്ല 5 മണിയിട്ട് വരും. രാവിലത്തെ കുവൈറ്റ് സിറ്റിയിലൂടെ യാത്ര രാവിലെ പതിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ട്രാഫിക്കായിരിക്കും. നാഷണലൊക്കെ ആയതുകൊണ്ട് ഫുള്ള് ട്രാഫിക്കായിരിക്കും. 4:24 സമയം. 5 മണിയാകുമ്പോഴത്തേക്ക് എത്താൻ പിടിക്കാൻ ബാക്കി. അങ്ങനെ പിറ്റേന്ന് തോന്നുന്നു ട്രാഫിക്കൊന്നും ഇല്ലാത്തത് പെട്ടെന്ന് വിചാരിക്കും. പ്രവാസം പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് തീരുന്നത് ഇങ്ങനെയാണ്. ഡ്യൂട്ടി ഇന്നിപ്പോൾ എങ്ങനെ കഴിയുന്നില്ല. കമ്പനിക്ക് 5 മണിയാകുമ്പോൾ ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തീർക്കാൻ വരാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാർ വളരെ ചുറ്റും വരാം. 2 ആൾക്കാരും ബസ് ഇരുന്ന ആൾക്കാർ തന്നെ ഇല്ല. യാത്രക്കാരൻ ഇവിടെ തന്നെ ഇറങ്ങിയാണ്. ഒരാൾ മാറി തന്നതിൻ്റെ അല്ലെങ്കിൽ അറിയാനുണ്ടാവും തോന്നുന്നു. ബസ് സർവീസ് സ്റ്റാർട്ട് സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബസ് ജലീബിലേക്ക് പോകാനുള്ള ബസ് ഉണ്ട്. ഇതിനകത്ത് ജലീബ് അബ്ബാസിലേക്ക് പോകുന്ന ബസ്സാണ്. ഇപ്പോൾ മൂവാർക്ക് എത്തിയാണ്. ഞാൻ ഷർക്കിന് കയറി മൂവാർക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെയാണ് ലൈറ്റ് എപ്പോഴും ചിലർക്ക് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇങ്ങനത്തെ ബസ് സർവീസ് നടക്കുന്നു. പോകണമല്ലോ കണ്ടാൽ
Maya Dare. Nếu mà nó một nhà mà tôi sẽ đúng là tôi thấy đúng là chắc là cái gì là mà gì tiền đâu mà gì cái sáng nó ngồi đó đó nó ra được một cái ra được này cái സമയം കാണാം 4:31 ടൈം കാണാം ഡ്രൈവർ ടൈം കാണാം മഴ പെയ്ത് ബസ്സിൻ്റെ ഫ്രണ്ട് ക്ലാസ്സെല്ലാം ചെറുതായി അഴുക്ക് സിംഗാണ് മീഡിയം കിട്ടിയിട്ടുള്ളത് മഴക്കാലത്തേക്ക് പോകുന്നത് മേൽപ്പാലം വേണം മേൽപ്പാലം അത് എന്താ എത്ര പാലം നമ്മൾ കിടക്കുന്നത് നീ സുബൈക്കേരി പോകുന്ന കാര്യമാണ്
इधर 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 छोड़ देगा। ये गाड़ी इस तरफ भी जाता है ना, इधर से। ओके, मेरे को इधर छोड़ दो। സുബൈക്ക് ഇൻഡസ്ട്രി ഏരിയയിലെത്തിയാണ്. എന്താ ബസ് ആ വഴിക്ക് പോകും. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 10 മിനിറ്റ് നടക്കണം. പക്ഷെ ഈ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നായ്ക്കളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ നായ്ക്കള് എന്താണെന്നറിയില്ല. ഒരു സിഗ്നലാണ്. എന്താ ഇത് കുവൈത്ത് റിഗായിക്ക് പോകുന്ന റൂട്ടാണ് ഈ അങ്ങോട്ട് പോകുന്നത്. ബസ്സും റിഗായി വഴിക്കാണ് ആന്തലൂസ് പോകുന്നതാണ്. ഇവിടെ നിന്ന് ഇനി ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് പോകണമെങ്കിൽ 10 മിനിറ്റ് സ്പീഡിൽ നടന്നാൽ പെട്ടെന്നെത്തും. പക്ഷെ അന്നൊരു പ്രാവശ്യം വന്നപ്പോൾ നായ്ക്കൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരു നായി ഇങ്ങനെ കുറച്ചിട്ടൊക്കെ ചാടി വന്നു വളരെ. പിന്നെ ഞാൻ നിന്ന് മെല്ലെ ഇങ്ങനെ ഓടാണ്ടൊക്കെ ഇരുന്നോണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ എത്തിയപ്പോൾ ഇച്ചിരി തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. കുറച്ച് ദൂരം ഇങ്ങനെ നടന്നിങ്ങനെ അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എത്തി, ബിൽഡിങ് എത്തിയല്ല. 5 മണിയാകുമ്പോഴത്തേക്ക് എത്താൻ പറ്റിയതായിരുന്നു. അതുകൊണ്ട് ഇതൊരു പച്ചക്കറി കടയാണ്, ഹോൾസെയിൽ കടയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ കിച്ചണും. ഓക്കെ, ഇതാണ്. ആരും എത്തിയിട്ടില്ല. അപ്പം ഇതാണ് കേട്ടോ പിൻകർ ലോക്കാണ്. ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി അതെ ഓപ്പൺ ദ ഡോർ ദിസ് വൺ ഓപ്പൺ ഡോർ. Yeah, this is no problem. Yeah. Mashkoor. ഷെഫ് എത്തിയിട്ടില്ല. ഇത് ലോക്കാണ്, ഓട്ടോമാറ്റിക് ലോക്കാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ കിച്ചനാണ്. ആരും എത്തിയിട്ടില്ല, ലൈറ്റ് ഇട്ടിട്ടില്ല. ആരും എത്തിയിട്ടില്ല, ഷെഫ് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിതാ